നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം. എന്നാൽ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് സ്റ്റോറേജ് പ്രശ്നം എന്നത്തേക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ട്രിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. നിങ്ങൾ മെമ്മറി കാർഡ് ഉപയോഗിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫോട്ടോ വീഡിയോ നിങ്ങൾക്ക് സൂക്ഷിക്കാനും മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഡാമേജ് ആയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് 15 GB മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് 1024 GB ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ട്രിക്ക് പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് തേരാ ബോക്സ് എന്നുള്ള ഒരു ആപ്പാണ്. 1024 GB ആണ് നമുക്കിതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ഉപയോഗിച്ചാണ്. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിലേക്ക് ഓട്ടോ ബാക്കപ്പ് ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തോ സൂക്ഷിക്കുന്ന ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഓഡിയോസ് ആണെങ്കിലും ഇനി എന്തെങ്കിലും നോട്ട്സ് ആണെങ്കിലും ഒക്കെ അത് നഷ്ടപ്പെടാതെ അവിടെ ഉണ്ടാകും. എത്ര ബാക്കപ്പ് ചെയ്താലും തീരില്ല. 1024 GB ആണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ അഗ്രി കൊടുക്കുക. ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ മുകളിലായിട്ട് ഗൂഗിളിൻ്റെ ഒരു ഐക്കൺ കാണും, താഴെ ഭാഗത്ത് അതർ ലോഗിൻ മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ലത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായി ലോഗിൻ ചെയ്യുന്നതാണ്. ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൂക്ഷിക്കണമെന്ന് തോന്നുന്ന ഏതെങ്കിലും മെയിൽ ഉണ്ടെങ്കിൽ ആ മെയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഡാമേജ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മെയിൽ ഉപയോഗിച്ച് നിങ്ങൾ ഈ തേരാ ബോക്സ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ഫോട്ടോ വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ഫോട്ടോയും വീഡിയോയും ചെയ്യണമെന്ന് ചോദിക്കും. ഇത് എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ ഫോട്ടോ വീഡിയോയും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യപ്പെടും. അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഇനി എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്ത് പോയാലും ഇതിനകത്ത് തിരഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇൻ്റർനെറ്റ് കുറച്ച് ഉപയോഗിക്കുന്ന ആളുകൾ വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടും വേണ്ടെങ്കിൽ ഇത് രണ്ടും ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തുടർന്ന് വേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് കംപ്ലീറ്റഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പരസ്യം വരും. 1024 GB പുറമെ നമുക്കിനി അധികമായിട്ട് GB കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കും. വേണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഐ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് പെർമിഷൻസ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പരസ്യം വരുന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും ഇനി ഡയറക്റ്റ് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. എത്ര GB ആണെങ്കിലും കണക്ട് ചെയ്യുക. ഇനി ഈ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പുതിയ മെയിൽ ID സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എത്ര GB ആണെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.